ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ ഡിസൈൻസിൽ വന്നപ്പോൾ ഒരു ഇത് കണ്ടോ എന്തൊരു ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കണേന്ന് നോക്കിയാൽ കോട്ടണിലേക്ക് സ്ട്രൈറ്റ് പാൻറ് ചെയ്തിരിക്കണതാണ് പലാസോ. എത്ര ഫിനിഷിങ്ങിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും, ഫ്രണ്ടിലേക്ക് ബാൻഡ്, ബാക്കിലേക്ക് ഇലാസ്റ്റിക് കൊടുത്തിട്ട്. അപ്പോൾ ഇതൊരു ഓണം വൈബാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ അവർ പെയർ ചെയ്യുന്ന ഒരു ചെറിയ ക്രോപ്പ് ടോപ്പാണ്. ഇതിൻ്റെ 2 കളറാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത്ര ഫിനിഷിങ്ങിലാണ് നമ്മളുടെ സ്റ്റിച്ചിങ് പോകുന്നത്. അതൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് അതിലേക്ക് യെല്ലോ ഷെയ്ഡ്. ഇത് റണ്ണിങ് മെറ്റീരിയലാണ്, നമ്മുടെ താഴെ നിന്ന് തന്നെ എടുത്ത റണ്ണിങ് മെറ്റീരിയലാണ്. വളരെ ഭംഗിയായിട്ട് അതേ ഫിനിഷിങ്ങിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഓരോരോ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിങ് കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മളുടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് കളക്ഷൻസാണ് ഈ ഒരു റാക്കിലുള്ളത്. ഇത് മുഴുവൻ ഒരു കസ്റ്റമറുടെ ആണ്. ഓർഡർ ഫോം അനുസരിച്ച് സോഫ്റ്റ് ബോൾസൊക്കെ കൊടുത്തു. ഓരോ സാരിയിലേക്കും ഒരുപാട് ക്രിയേറ്റീവായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പാറ്റേണുകളാണ്. നമ്മുടെ തന്നെ കാഞ്ചീപുരം സാരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ളതും ഒക്കെ. പിന്നെ വേറെ ഇതടി നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് കാണിക്കാനായിട്ട് ഇതൊക്കെ നമ്മളൊരു ബ്രൈഡൽ സ്റ്റിച്ചിങ് ആണ്. ഇത് ആ ഒരു സഭ്യസാക്ഷി കട്ടിൽ ചെയ്തെടുത്താണ്. കട്ടൂരിക്കട്ടിൻ്റെ വേറൊരു ഫോം. ഹാൻഡ് വർക്ക് ഇട്ട് ഡീറ്റെയിൽ ചെയ്തു. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ബാക്കാണ്. ബാക്ക് പോർഷൻ കണ്ടോ. ഇതൊരു വെഡ്ഡിങ് സാരിയുടെ ബ്ലൗസാണ്. പിന്നെ അതുപോലെ ഇത് വരുന്നതും ഓർഗൻസയിൽ കോറ നമ്മുടെ സാരി. സാരി അല്ലേ? ഇത് നമ്മൾ സാരി ചെയ്തത് സ്കാലോപ്പാണ് ഇതിലേക്ക് ചെയ്തത്. ബ്ലാക്ക് കളറിലേക്ക് അല്ല, ഇത് ആ ഒരു കളറ്, ഇത് ബ്ലാക്ക്, ഇതും അതെ. നമ്മുടെ ഓണത്തോടനുബന്ധിച്ചൊക്കെ ഒരുപാട് സ്റ്റിച്ചിങ്ങും ഓരോ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. സ്ലീവ്ലെസ് ഒന്ന് കാണിച്ചാ എങ്ങനെ ഏത് പാറ്റേൺ ആയാലും നമുക്ക് നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് നോക്കിയ ഒരു പാറ്റേൺ കണ്ട സ്ലീവ്ലെസ്സിലേക്ക് ഇവിടെ ഒരു ഇപ്പം ഇങ്ങനെ ഒരു ചുരുക്കോട് കൂടിയിട്ടാണ് നെക്ക് ലൈൻ കൊടുത്തത്. ബാക്കിൽ ഓപ്പൺ ആയിട്ട് കൊടുത്തു. ഇത് ഇതിൻ്റെ ജാക്കറ്റ്, സ്കേർട്ടും ഉണ്ടല്ലേ. എല്ലാം ക്രിയേറ്റീവായിട്ടാണ് നമ്മളുടെ സ്റ്റിച്ചിങ് വരുന്നത്. നോർമലി ഇപ്പം നിങ്ങൾ ചെല്ലുമ്പോൾ 800 രൂപയ്ക്ക് 500 രൂപയ്ക്കൊക്കെ സ്റ്റിച്ചിങ് കിട്ടുന്നുണ്ടാവും. അതുപോലെയല്ല, ഇത് നമ്മളെ പ്രൊഫഷണലി അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഓരോരോ കളക്ഷൻസാണ്. ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ. ഇതും നമ്മുടെ റണ്ണിങ് മെറ്റീരിയലിലേക്ക് കീ ഹോളൊക്കെ കൊടുത്തിട്ട് ആ ഒരു സ്യൂട്ടിൻ്റെ നെക്ക് പോലെ ഇങ്ങനെ ഒരു പടി കൊടുത്തു. ഓരോരോ ടൈല് ഞാൻ എല്ലാം വിടർത്തി കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് ഫിനിഷ് ചെയ്തുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പം കസ്റ്റമേഴ്സിൻ്റെ ആണ്. ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷനായിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള സ്റ്റിച്ചിങ്ങും സ്ട്രൈറ്റ് പാൻറ്റ് ഇതൊക്കെ റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. ഡെലിവറിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കസ്റ്റമർ വന്ന് ഫസ്റ്റ് ട്രയൽ കൊടുത്തിട്ട് ഒന്നും കൂടെ നമ്മളുടെ ആ ഒരു പെർഫെക്ഷൻ കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത് നോക്കി സ്കേർട്ട്, ഇതിൻ്റെ കൂടെയാണ് ഇതെല്ലാം നമ്മൾ പെയർ ചെയ്യുന്നത്. ഇത് സ്കേർട്ട്, ഇതിൻ്റെ ഇങ്ങനെയും ചെയ്യാം നമുക്ക്. കണ്ടോ, ക്രോപ്പ് ടോപ്പായിട്ട് ഇങ്ങനെയും വേണമെങ്കിൽ ഇടാം. അതിൻ്റെ കൂടെ ജാക്കറ്റും കൂടെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പം നമുക്ക് ഇങ്ങനെ വരും ജാക്കറ്റ്. സ്ലീവൊക്കെ കണ്ടോ. വേണമെങ്കിൽ ജാക്കറ്റ് ഇടാം. ജാക്കറ്റ് ഇടാതെ ഉപയോഗിക്കുന്ന ഓരോ ഒക്കേഷൻസിലേക്ക് അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എവിടെ ഇരുന്നിട്ടായാലും നമ്മളുടെ സ്റ്റിച്ചിങ് വീഡിയോ കോൾ ത്രൂ മെഷർമെൻ്റ് എടുത്തിട്ട് അതുപോലെ അങ്ങനെ ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ് ചെയ്യാം. അപ്പോൾ രീതിയിലേക്ക് വീണ്ടും വീണ്ടും ഓരോന്നോരോന്ന് എടുക്കുന്നു. സാരി ഡിസൈൻ ചെയ്ത സാരി, നെറ്റ് സാരിയാണ്. ഇതൊക്കെ എത്ര ഭംഗിയുള്ളതെന്ന് നോക്കി. നമ്മളുടെ ഡിസൈനിങ് കൂടുതലായിട്ടും നമ്മളുടെ സാരീസും നമ്മളുടെ റണ്ണിങ് മെറ്റീരിയലാണ് അധികവും
നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ ഓരോ കെയർ ഓഫിലൊക്കെ വരുന്ന വെരി സ്പെഷ്യൽ ഒഴിവാക്കാനാവാത്തവരുടെ സ്റ്റിച്ചിങ് എടുക്കുന്നുണ്ട്. കാരണം നമ്മളുടെ തന്നെ നമുക്ക് സ്റ്റിച്ചിങ് ഒത്തിരി ഉണ്ട്. ഇത് നോക്കൂ. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടിരുന്നു, അവരുടെ നൂല് മാത്രമാണ് അവരുടെ സ്റ്റിച്ചിങ്ങിൽ പിടിക്കുള്ളൂ എന്ന്. അതുകൊണ്ടല്ല, നമ്മളുടെ ഓൺ കസ്റ്റമറുടെ സ്റ്റിച്ചിങ് അതുപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് ചില സമയത്ത് റഷ് ആവുന്ന സമയത്ത് സ്റ്റിച്ചിങ് എടുക്കാൻ പറ്റാത്ത. പിന്നെ ഏകദേശം ഒരു 1 വീക്കിലേക്കാണ് നമ്മളുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ വരുന്നത്. കാരണം കട്ടിംഗ് മാസ്റ്റേഴ്സ് മുമ്പുള്ള ഓർഡേഴ്സുകളും കൂടുതലായിട്ട് NRIയുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരുപാട് ഓർഡേഴ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങളുടെ ഓരോ ടൈം ഷെഡ്യൂൾ നോക്കിയിട്ട് ഓണത്തിൻ്റെ ഫാമിലി കോമ്പോയിലൊക്കെ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തണം. റണ്ണിങ് മെറ്റീരിയൽസിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാൻ ഓരോന്നായിട്ട് വീഡിയോ കാണിക്കാം. അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം. എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വീഡിയോ കാണുന്നവർ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മളുടെ അങ്കമാലി ഷോപ്പ് ആയാലും എടപ്പള്ളി ഷോപ്പ് ആയാലും വിസിറ്റ് ചെയ്യണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താങ്ക് യു.